ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രൊഫസർ ഡോക്ടർ ഇരേരസിന്റെ വിത്ത് നെല്ല് എന്ന രചനയിലെ വളരെ മനോഹരമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആതിഥ്യം അല്ലെങ്കിൽ വിരുന്നെന്ന് പറയുന്നത്? നമുക്ക് ഒരുമിച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വലിയ വലിയ സമ്പന്നരും അധികാരത്തിലുള്ളവരുമൊക്കെ നടത്തുന്ന ആഘോഷങ്ങൾ, വിരുന്നുകൾ, അതൊക്കെ ശരിക്കും ആതിഥ്യമര്യാദയുടെ ഭാഗമാണോ, അതോ വെറും പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഒരു പ്രകടനം മാത്രമാണോ? ഈ ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം നമുക്ക് മുന്നോട്ടു പോകുമ്പോൾ. നമ്മുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി വരികയാണ്. വിരുന്ന് എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം തന്നെ ഇന്നെങ്ങനെയോ മാറിപ്പോയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആഘോഷം എന്ന് വിളിക്കുന്ന പലതും യഥാർത്ഥത്തിൽ എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ചില കാഴ്ചകളാണിത്. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അമിത ലാഭം കൊണ്ട് വലിയ പാർട്ടികൾ നടത്തുന്ന വ്യവസായികൾ, അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് സൽക്കാരങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ, തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രശസ്തർ, എന്തിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരാഴ്ചത്തെ ശമ്പളം ഒറ്റ രാത്രി കൊണ്ട് ആഘോഷിച്ചു തീർക്കുന്ന സാധാരണ തൊഴിലാളികൾ വരെ. ഇതിനെയൊക്കെയാണോ നമ്മൾ വിരുന്ന് എന്ന് വിളിക്കേണ്ടത്? ഉറവിടം പറയുന്നത് പോലെ ഇവയൊന്നും യഥാർത്ഥത്തിലുള്ള ആതിഥ്യമല്ല, മറിച്ച് സ്വാർത്ഥ താൽപര്യങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഭാഗം മാത്രമാണ്. അപ്പോൾ എന്തെന്താണ് ആതിഥ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? ഈ ആധുനിക കാലത്തെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്കൊന്ന് മാറി പണ്ടത്തെ തമിഴ് സാഹിത്യം ഇതിന് നൽകുന്ന ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് നോക്കാം. ഇതാണ് ആ പ്രധാനപ്പെട്ട ആശയം, വിരുന്നോമ്പൽ. ഇത് നമ്മൾ അറിയുന്നവർക്ക്, നമ്മുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ചല്ല കേട്ടോ. നേരെ മറിച്ച് നമുക്കൊരു പരിചയവുമില്ലാത്ത, വിശന്ന് വലഞ്ഞുവരുന്ന ഒരു അപരിചിതന്, ഒരു പുതിയ അതിഥിക്ക് അല്ലെങ്കിൽ ഒരു യാത്രക്കാരന് ഭക്ഷണം നൽകുന്ന ആ ഒരു പുണ്യമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ആതിഥ്യം. ഈ ഒരു ആശയത്തിന് കൂടുതൽ ഉറപ്പു നൽകുന്ന ഒന്നാണ് പുരാതന ഗ്രന്ഥമായ തൊൽക്കാപ്യത്തിലെ ഈ വരികൾ. വിരുന്നേ പുതുമൈ. അതായത് വിരുന്ന് അല്ലെങ്കിൽ ആതിഥ്യം എന്നതെപ്പോഴും പുതിയതാണ്, അല്ലെങ്കിൽ പുതിയതായി വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് അപ്രതീക്ഷിതമായി നമ്മുടെ മുന്നിലെത്തുന്ന ഒരാളോടുള്ള നമ്മുടെ കടമയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതിന്റെ ഒരു ഗൗരവം. തിരുക്കുറൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ളത് അമൃതാണെന്ന് വെക്കുക, എന്നാലും വീടിന് പുറത്ത് വിശക്കുന്നൊരു അതിഥി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തനിച്ചു കഴിക്കാൻ പാടില്ലെന്ന്. അത്രയും വലിയൊരു സ്ഥാനമാണ് നമ്മുടെ പൂർവികർ ഈ പുണ്യകർമ്മത്തിന് നൽകിയിരുന്നത്. ഇതൊന്നും വെറും വാക്കുകളായിരുന്നില്ല, ആളുകളിങ്ങനെ ജീവിച്ചിരുന്നു. അത് വ്യക്തമാക്കുന്ന ത്യാഗത്തിന്റെ ഒരു കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കഥയുടെ പശ്ചാത്തലം ഇളയൻകുടി എന്ന ഗ്രാമമാണ്. നമ്മുടെ കഥാനായകൻ മാരനാർ എന്നൊരു ശിവഭക്തനാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, പേമാരിയും കൊടുങ്കാറ്റും കൊണ്ട് ഭയാനകമായ ഒരു രാത്രി. ആ രാത്രിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ഒരു അതിഥിയുടെ രൂപത്തിൽ ആ വാതിലിൽ വന്നു മുട്ടുന്നത്. ആ ദമ്പതികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. വിശന്നു വന്ന അതിഥിക്ക് കൊടുക്കാൻ വീട്ടിൽ ഒരൊറ്റ മണി ധാര്യം പോലുമില്ല. പക്ഷേ അവര് പിന്മാറിയില്ല. മാരനാർ ആ തണുത്ത രാത്രിയിൽ വെള്ളം കയറിയ വയലിലിറങ്ങി അന്ന് രാവിലെ വിതച്ച വിത്ത് നെല്ല് പെറുക്കിയെടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയാവട്ടെ വീടിനു പുറകിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇലകൾ പറിച്ചെടുത്തു. അടുപ്പ് കത്തിക്കാൻ വിറകില്ലാതായപ്പോൾ മാരനാർ ചെയ്തതെന്താണെന്ന് കേട്ട നമ്മൾ ഞെട്ടിപ്പോവും. അദ്ദേഹം സ്വന്തം വീടിന്റെ മേൽക്കുര പൊളിച്ചു വിറകാക്കി മാറ്റി. അവസാനം ആ ത്യാഗത്തിൽ നിന്ന് അവരതിഥിക്കായി ഒരു നേരം ഭക്ഷണം തയ്യാറാക്കി. ഇത് വെറുമൊരു സഹായമല്ല, അതൊരു പൂർണ്ണമായ സമർപ്പണമായിരുന്നു. അപ്പോ ഇത്രയും വലിയൊരു ത്യാഗത്തിന് എന്ത് പ്രതിഫലമാണ് കിട്ടിയത്, അല്ലേ? അതാണ് അടുത്ത ചോദ്യം. കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് പോകാം. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ത്യജിച്ച് ഉണ്ടാക്കിയ ആ ഭക്ഷണം അവർ വളരെ വിനയത്തോടെ ആ അതിഥിക്ക് മുന്നിൽ വെച്ചുകൊടുത്തു. അവരുടെ മുഖത്ത് ഒരു തുള്ളി പോലും സങ്കടമോ നഷ്ടബോധമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു കടമ പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയായിരുന്നു. ആ നിമിഷം ആ കുടിലിൽ ഒരു അത്ഭുതം സംഭവിച്ചു. വന്ന അതിഥി ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, അത് സാക്ഷാൽ പരമശിവനായിരുന്നു. ഉമാദേവിയോടൊപ്പം അദ്ദേഹം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ഭക്തിയും ഈ നിസ്വാർത്ഥമായ ആതിഥ്യമര്യാദയും പരീക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഭഗവാൻ. സ്വന്തം ജീവനേക്കാൾ വലുതായി വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്ന പുണ്യകർമ്മത്തെ കണ്ടതിന് അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു. യഥാർത്ഥ ആതിഥ്യം എന്താണെന്ന് ഈയൊരു സംഭവം നമുക്ക് ശരിക്കും വരച്ചു കാട്ടിത്തരുന്നു. ഓക്കെ, ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപ് നടന്നൊരു കഥയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ലോകത്ത് ഇതിനെന്താണ് പ്രസക്തി? നമുക്കീ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം.
അപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആതിഥ്യം എന്നതൊരു ഷോ ഓഫ് അല്ല. അത് നമുക്കറിയാവുന്നവരെ സന്തോഷിപ്പിക്കാനോ സമൂഹത്തിൽ പേരെടുക്കാനോ ഉള്ളൊരു വഴിയല്ല. മറിച്ച് നമുക്കൊരു പരിചയവുമില്ലാത്ത എന്നാൽ സഹായം ആവശ്യമുള്ളൊരു മനുഷ്യനുവേണ്ടി നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ ത്യാഗമാണ് യഥാർത്ഥ വിരുന്ന്. ഈയൊരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. മാരനാരുടെ ആ കഥയുമായി ഒന്ന് താരതമ്യം ചെയ്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥ ത്യാഗം? നമ്മൾ ആർക്കു വേണ്ടിയാണ് ശരിക്കും കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഈ ചിന്തകൾക്ക് കാരണമായ വിത്ത് നെല്ല് എന്ന രചന പ്രൊഫസർ ഡോക്ടർ ഇരയരസന്റേതാണ്. പ്രൊഫസർ ഡോക്ടർ ഇരയരാസ്